ബിഗ് ബോസ് ആയോണ്ടേ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വ്യക്തിയുടെ ക്യാരക്ടർ കൊണ്ട് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ എല്ലാ മനുഷ്യരിലും ഉണ്ടാകും. ഒരു മനുഷ്യനും പെർഫെക്റ്റ് അല്ല. പക്ഷെ എന്നാലും എനിക്കൊന്ന് പറയാൻ തോന്നി, അനീഷ് ഒരു മുത്താണ്. മുത്ത് എന്താണ് സംഭവം നോക്കാം. ഇപ്പൊ ലൈവിൽ നടന്ന വിശേഷമാണ്. അപ്പൊ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോ അനീഷ് രാവിലെ തന്നെ ഈ പാട്ട് കച്ചേരിയൊക്കെ അവിടെ നടക്കുമ്പോൾ അനീഷ് നന്നായിട്ട് ബ്ലഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കരുതി ഓക്കെ, വീണ്ടും ഈ ഒരു ചാപ്റ്റർ ഓപ്പൺ ചെയ്യും എന്ന് ഞാൻ കരുതി. പക്ഷെ അനീഷ് ഓപ്പൺ ചെയ്യുന്നുണ്ട്, എന്നാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. പക്ഷെ എന്നാ അനീഷിന് അപ്പൊ പ്രണയം തോന്നി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സ്വിച്ച് ഇട്ട് കണക്കോ സ്വിച്ച് ഓഫ് ചെയ്ത് കണക്കൊന്നും ഇത് പോകത്തൊന്നും ഇല്ലല്ലോ. അപ്പം അവിടെ അനുമോളെ പോയി ഇൻവൈറ്റ് ചെയ്ത് അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് നിർത്തുന്നുണ്ട്. കാരണം അടുക്കളയിൽ കയറില്ല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് പോയ അനുമോളായിരുന്നല്ലോ. അപ്പം അനുമോൾക്ക് അടുത്ത് നിൽക്കാതെ അനീഷ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുകയും പിന്നെ അതുപോലെ ഇവർ തമ്മിൽ വലിയ നോക്കുകയൊന്നും ചെയ്യാതെ, അതായത് അനുമോള് പ്രത്യേകിച്ച് മൈൻഡ് ഒന്നും കൊടുക്കുന്നില്ല. അനുമോള് വളരെയധികം യൂഷ്വൽ ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ അനീഷ് ഇടയ്ക്കൊന്ന് നോക്കുന്നുണ്ട്. അപ്പം അക്ബർ അവിടെ പാട്ട് കച്ചേരി തുടങ്ങി. അക്ബറിന്റെ ഒപ്പം തന്നെ നെവിനും പാട്ട് പാടാൻ തുടങ്ങി. അങ്ങനെ പ്രണയ ഗാനങ്ങളുടെ ഒരു തുടക്കമായിരുന്നു ഇന്നത്തെ വീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതിന്റെ ഇടയിൽ അന്നേരം അനീഷ് പറയുന്നുണ്ട്, ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്തു, അക്ബർ നെവിൻ ഞാൻ അതിനെ കുറിച്ച് ഇനി പറയുന്നില്ല എന്നൊക്കെയുള്ള ഒരു രീതിയിലേക്ക് വന്നു. എന്നാൽ അനീഷിന് ഒരു കാര്യം മനസ്സിലായി, ഇവന്മാർ ഈ പാട്ടൊക്കെ പാടുമ്പോൾ അത് അനുമോൾക്ക് ഡിസ്റ്റർബൻസ് ആകുമല്ലോ. ആ ഒരു ഇത് പ്രേക്ഷകരെ കൂടി ഒന്ന് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ശരി, അത് ക്യാമറ ഫോക്കസ് ചെയ്യും എന്നറിയാവുന്നത് കൊണ്ട് തന്നെ രണ്ടുപേരും ആ ഒരു ഊഞ്ഞാലിലേക്ക് വന്നു. എന്നിട്ട് ലാലേട്ടൻ അന്ന് പറഞ്ഞായിരുന്നല്ലോ, അനുമോള് സംസാരിക്കാൻ വന്നപ്പോഴത്തേക്കും അനീഷ് കുറച്ച് ഒരു ദേഷ്യപ്പെട്ട് എണീറ്റ് പോയി എന്ന്. അത് ലാലേട്ടൻ സൂചിപ്പിച്ചതിനെ നന്നായിട്ട് ഓർത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അനീഷ് അവിടെ ഒരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. അതായത് അനുമോളോട് അതായത് എന്താണോ കൊടുക്കേണ്ടത് അത് കൊടുത്തു അനീഷ്. ഇനി അടുത്തത് അതിനൊരു കൺക്ലൂഷൻ തൻ്റെ ഭാഗത്ത് ഉണ്ടാക്കണം. അപ്പൊ അനീഷ് അനുമോളോട് പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടം തോന്നി, അത് ഞാൻ പറഞ്ഞു, പക്ഷെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഒപ്പീനിയൻ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഞാൻ അത് ആ ചാപ്റ്റർ അതുകൊണ്ടാണ് ക്ലോസ് ചെയ്തു എന്ന് പറഞ്ഞത്. അതായത് തിരിച്ചു വന്നപ്പോൾ ഇല്ല ക്ലോസ് ചെയ്തു, ഇനിയൊന്നും പറയണ്ട എന്ന രീതിയിൽ എണീറ്റ് പോയത് അതുകൊണ്ടാണ് എന്നവിടെ ന്യായീകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് അനീഷ് പറഞ്ഞു. അപ്പോഴത്തേക്കും അനുമോള് സ്വാഭാവികമായിട്ടും അയ്യോ ഇല്ലില്ല, ക്ഷമ ചോദിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ തെറ്റൊന്നും അല്ലല്ലോ, ഇഷ്ടം തോന്നുന്നു എന്ന് പറയുന്നത് തെറ്റൊന്നും അല്ലല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ നെവിൻ പാതിയൊക്കെ ഒളിഞ്ഞൊക്കെ കേൾക്കുന്നുണ്ട്. അതിലേയും കൂടെ വന്നപ്പോഴത്തേക്കും രണ്ടുപേരും കള്ളനും കള്ളിയും ആണല്ലോ. അങ്ങനെ രണ്ടുപേരും കൂടെ ഒളിഞ്ഞു കേട്ടിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രഷൻ ഇടുന്നതൊക്കെ അടിപൊളിയായിരുന്നു. അപ്പം വീണ്ടും മനീഷ് ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് അന്നേരം തോന്നിയത് കൊണ്ട് ഞാനത് പറഞ്ഞതാണ്, അതല്ലാതെ എന്തെങ്കിലും വിഷമം അനുമോളിനകത്ത് ടെൻഷനൊന്നും അടിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ അനീഷ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ അനുമോൾക്ക് ഒരു കുറച്ച് പ്രശ്നം അനുമോളുടെ ഭാഗത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ അത് അനുമോളുടെ പ്രശ്നമല്ല, സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം അനുമോൾക്ക് ഒരു ത്രില്ല്, ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ വന്നിട്ടുണ്ട്. അത് ആ അനുമോൾ അത് പറയുകയും ചെയ്തു. അതിനെ അനീഷ് മുതലാക്കിയാൽ പണി കിട്ടും. അതേപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ആ എക്സൈറ്റ്മെന്റ് കീപ്പ് ചെയ്തുകൊണ്ട് പോയി അനുമോള് കുറച്ച് എക്സൈറ്റഡ് ആയി മുന്നോട്ട് കൊണ്ടുപോയാൽ അത് അനുമോൾക്ക് ഒരു പ്രശ്നമാവുകയും ചെയ്യും. കാരണം വെച്ചാൽ അനുമോളുടെ സൈഡിൽ നിന്ന് അതൊരു നെഗറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഒരു വിഷയം അങ്ങനെയാണ്. അപ്പം അനുമോൾ അന്നേരം എടുത്തു ചോദിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാല്, ഇപ്പം എനിക്ക് ഇഷ്ടമുണ്ട് എന്ന് എന്തുകൊണ്ടാണ് അനീഷേട്ടന് തോന്നിയത്? ഞാൻ അങ്ങനെ തമാശയൊക്കെ കാണിച്ചത് കൊണ്ടാണോ അങ്ങനെ തോന്നിയത്? കാരണം അനുമോൾക്ക് ഒരു പേടിയുണ്ട്, മോഹം കൊടുത്തതാണോ എന്ന് മറ്റുള്ളവർ പറയില്ലേ. അതായത് അനുമോൾ അങ്ങനെയൊക്കെ ചെയ്ത് അനീഷേട്ടനെ വശീകരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണെന്ന് ആൾക്കാർ പറയും. അപ്പൊ അതിൽ ഒരു പേടി ഉണ്ടായിട്ട് ഞാൻ അങ്ങനെയൊക്കെ പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത് കൊണ്ടാണോ? അത് ഞാനും മറ്റേ നൂറയും ആദിലയും ഒക്കെ ഒന്നിച്ച് അങ്ങനെ ചെയ്തത് തമാശയാണ് ഞാൻ ഉദ്ദേശിച്ചത്, അതുകൊണ്ടാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട്, അതുകൊണ്ടല്ല, അല്ലാതെ ഇങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, എന്നോട് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന് ഇങ്ങനെ അനീഷ് പറയുന്നുണ്ട്. എന്നാൽ അവർ ആ ഒരു സംസാരം എന്തായാലും ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. അതായത് ആദിലയും നെവിനും അത് കേൾക്കുന്നുണ്ടെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയാം. എങ്കിലും അവർ വളരെ ജനറൽ ആയിട്ട് തന്നെ ഇരുന്നു. അക്ബറൊക്കെ അവിടെ നിന്ന് കാണുന്നുണ്ടെന്നറിയാം. എല്ലാം മനസ്സിലാക്കി തന്നെ അവർ വളരെ തൻ്റെ ഇടത്തോടെ ഇരുന്നിട്ട് എന്നിട്ട് അവസാനം ഇനി ഇത് മനസ്സിൽ വെച്ചിട്ടൊരു വിഷമമൊന്നും വേണ്ട എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ട് കൈ കൊടുത്ത് ഹസ്തദാനമൊക്കെ ചെയ്ത് അവരങ്ങോട്ട് പോവുകയാണ്. അവർ കൈ കൊടുത്ത് പിരിയാണ്. അപ്പം വീണ്ടും ആദിലയെ പിടിച്ച് അനുമോൾ അവിടെ ഇരുത്തിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ കരുതി വീണ്ടും
ഇത് എൻ്റെ അടുത്ത് വീണ്ടും പറയാൻ വേണ്ടി വന്നതാണോ എന്ന് ഞാൻ കരുതി എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വീണ്ടും ഈ പറഞ്ഞ കണക്ക് അനീഷിനെ വീണ്ടും പിന്നാലെ നടത്തിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവിടെ അതുകൊണ്ട് ഷാനവാസിന്റെ ഒക്കെ പെട്ടലി ഹുളുക്കി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ എല്ലാവരും ഇത് തന്നെ ഫോക്കസ് ചെയ്യാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് എവിടെ നടന്നാലും, ബിഗ് ബോസ് ഹൗസിൽ നിന്നല്ല പുറത്താണെങ്കിലും എവിടെ അത് ക്ലാസ് മുറിയിൽ നടന്നാലും ഈ ഒരു വിഷയം ഇങ്ങനെ പോകത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടമെങ്കിലും ഒക്കെ, അതിൽ കൂടുതൽ വട്ടമെങ്കിലും നിങ്ങൾക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അതായത് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമ്മളോടൊരു ഇഷ്ടം പറഞ്ഞൊരു വ്യക്തി ഉറപ്പായിട്ടും ആ ഒരു ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബ്ലഷും കാര്യങ്ങളും ഒക്കെ നമുക്കിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം. അതേപോലെ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ നടന്നത്. പക്ഷേ എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയത് അനീഷ് അതിനെ കൈകാര്യം ചെയ്യുന്ന രീതിയുണ്ട്. അവിടെ പോലും അനീഷ് ഷാനവാസിന്റെ അടുത്ത് പോയി, ഷാനവാസെ ഞാൻ പോയി പറയട്ടെടാ, ഇതൊന്നും അല്ല. എന്തൊരു പക്വതയുള്ള മനുഷ്യനാണ് അനീഷ് എന്ന് എനിക്ക് തോന്നി. കാരണം എല്ലാത്തിനെയും ഒരു കൺട്രോളിൽ നിർത്താനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. പക്ഷെ ആ പക്വത അനുമോൾക്കില്ല. അനുമോൾ പെട്ടെന്ന് തന്നെ ആദില ഇങ്ങനെ വന്ന് പറഞ്ഞു എന്ന് പറയുന്ന ഒരു നേരെ മറിച്ച് അനുമോളും അത് കേട്ടു കഴിഞ്ഞു, ആദിലെടുത്തോ ന്യൂനെടുത്തോ ഡിസ്കസ് ചെയ്യണ്ട എന്ന് കരുതിയാൽ അത് ഒരു പക്വതയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇതിപ്പം അവർ വളരെയധികം ക്ലോസ് ആയതുകൊണ്ടാകാം. അതേ കണക്കൊരു ക്ലോസ് ഫ്രണ്ട് അനീഷിനും ഉണ്ട് ഷാനവാസ്. പക്ഷെ എന്തോ ഭാഗ്യം അനീഷ് പോയി അത് ഷാനവാസിനോട് പറഞ്ഞില്ല. വേണമെങ്കിൽ ഷാനവാസ് തിരിച്ചു പറയും, അനുമോൾ ഇത് ഒരു ഗെയിമായിട്ട് എടുക്കും, നീ നോക്കിക്കോ എന്നായിരിക്കും ഷാനവാസ് പറയാൻ പോകുന്നത്. ഏതായാലും ലൈവ് ഒരു അടിപൊളിയായിട്ട് ഇപ്പൊ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ഇനി അടുത്ത എപ്പോഴാണോ എന്തോ ഇനി എല്ലാവരും കൂടെ പറക്കിക്കെട്ടി ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ശരി, സീരിയൽ കാണുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയിട്ടും വരാം. ബൈ.